എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചേതന FM 90.8 മണ്ണറിവ് നല്ലറിവിലേക്ക് സ്വാഗതം. തയ്യാറാക്കിയത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര. ഇന്നത്തെ അതിഥി CPCRI സയന്റിസ്റ്റായ ഡോക്ടർ നിഹാദ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ തെങ്ങ് ശരിക്കും പറഞ്ഞാൽ ഒരു സഹവർത്തിത്വത്തിൻ്റെ വിളയാണ്, ഒരു സഹജീവനത്തിൻ്റെ വിളയാണ്. അപ്പോൾ നമുക്ക് തെങ്ങിന് മനുഷ്യൻ മാതൃകയാക്കേണ്ട ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തും. ഇപ്പോൾ റബ്ബറാണ് ഒരു വിള എന്നുള്ള നിലയിൽ അത് മറ്റാരെയും ചേർത്ത് നിർത്താറില്ല. റബ്ബർ ഒരു ഏകദാനമായ വിളയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മറ്റ് ഏതെങ്കിലും തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മറ്റു പല വിളകളും എടുത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ തേക്ക് പ്ലാന്റേഷൻസ് ഉണ്ട്, തേക്ക് കൃഷിയാണെങ്കിൽ തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ തെങ്ങ് അങ്ങനെയല്ല. തെങ്ങ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഹവർത്തിത്വത്തിൻ്റെ വിളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ തെങ്ങ് അധിഷ്ഠിത കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളരെ ചിരപുരാതനമായ ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. ഒരു കൃഷി ശാസ്ത്രജ്ഞ എന്നുള്ള നിലയിൽ തെങ്ങിനിടയിൽ നാനാജാതി വിളകൾ, അത് ഫലവൃക്ഷങ്ങളാകട്ടെ, ഔഷധ സസ്യങ്ങളാകട്ടെ, കിഴങ്ങുവർഗ്ഗ വിളകളാകട്ടെ, പച്ചക്കറികളാകട്ടെ, എന്തും സുസാധ്യമാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ നിരവധിയായ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞ എന്നുള്ള നിലയിൽ എന്താണ് ഒരു സഹവർത്തിത്വത്തിൻ്റെ വിള എന്നുള്ള നിലയിൽ തെങ്ങിനെ നമുക്ക് അങ്ങനെ തന്നെ കണ്ടുകൂടെ? തെങ്ങ് എല്ലാ വിളകളെയും കൂടെ ചേർക്കുമെന്ന് സാറ് പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ തെങ്ങിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തെങ്ങിൻ്റെ വളർച്ച, ആ തെങ്ങ് നമ്മളൊന്ന് അടുത്തറിയണം. തെങ്ങിനെ അടുത്തറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എന്തൊരു വിളയായാലും എന്ത് കമ്പോണൻ്റ് ആണെങ്കിലും നമ്മൾ അതിനകത്തേക്ക് ചേർക്കാനായിട്ട്. അപ്പം തെങ്ങെന്ന് വെച്ചാൽ തെങ്ങ് ഒറ്റത്തടി ഒരു വൃക്ഷമാണ്. അതിൻ്റെ വേര് ഏകദേശം 2 മീറ്റർ ചുറ്റളവിലാണ് 80% വേരും പോകുന്നത്. താഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 അടി തൊട്ട് 4 അടി വരെയാണ് ഈ 75% വേരും പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ തെങ്ങ് വളവും വെള്ളവും വലിച്ചെടുക്കുന്ന ആ ഭാഗത്തേക്ക് ബാക്കി വിളകൾ വരാത്ത രീതിയിൽ നട്ടാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആദായം വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും ആ ഒരു മണ്ണിൽ നിന്നും എന്നാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓല, ബാക്കിയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ, ധാരാളം ശിഖരങ്ങളുണ്ട്. ഇപ്പം മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ധാരാളം ശിഖരമുണ്ട്, ആയിരക്കണക്കിന് ഇലകളും ഉണ്ട്. പക്ഷേ തെങ്ങിനാണ് ഒറ്റ ശിഖരവും വെറും 30-40 ഓലകളും വെച്ചിട്ടാണ് അത് വർഷം മുഴുവനും വിള തരുന്നത്. അപ്പം വർഷം മുഴുവനും ഉൽപ്പാദനത്തിലേക്ക് വരുന്ന ഒരു വിളയായതുകൊണ്ട് നമുക്ക് വർഷം മുഴുവനും അതിനെ സ്ഥായിയായ രീതിയിൽ സംരക്ഷിക്കേണ്ട അത്യാവശ്യവും. പിന്നെ തെങ്ങിൻ്റെ ഓല ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, തെങ്ങിൻ്റെ ഓല ഒരു പ്രത്യേക രീതിയിൽ അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം തെങ്ങിൻ്റെ നോട് ചേർത്ത് മറ്റു വിളകൾ നടുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ച വിളയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ വിളയ്ക്കും ആവശ്യമുള്ള സൂര്യപ്രകാശം എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അവിടെയാണ് ഈ ശാസ്ത്രീയ കൃഷി എന്നതിൽ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പം ചില വിളകൾക്ക് അധികം വെയിൽ ആവശ്യമില്ല, മറ്റു ചില വിളകൾക്ക് നല്ല വെയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നനയുടെ വെള്ളത്തിൻ്റെ ആവശ്യവും ഓരോ വിളകൾക്കും വ്യത്യാസമാണ്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ തെങ്ങിൻ്റെ കൂടെ മറ്റു വിളകളും മറ്റ് കാര്യങ്ങളും ചേർക്കാനായിട്ട്. അപ്പോൾ തെങ്ങിൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം തെങ്ങിനിടവിളയായിട്ടാണ് നമ്മൾ മറ്റു സാധനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചുരുക്കത്തിൽ സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിനെന്ന് പറയുന്ന ഒരു ദർശനം, ഒരു ആപ്തവാക്യം നമുക്ക് തെങ്ങധിഷ്ഠിത കൃഷി സമ്പ്രദായത്തിൽ പ്രധാനവുമായി ഉണ്ടാകണം എന്നല്ലേ സൂചിപ്പിച്ചത്. അതായത് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം തെങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല തെങ്ങ് ധാരാളമായി ശാഖോപശാഖകളോടുകൂടി ഒരു പുരയിടം നിറയെ വളരുകയല്ല. അപ്പം നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തെ തെങ്ങിന് ദോഷം ചെയ്യാത്ത വിധത്തിൽ, തെങ്ങിന് നമ്മളുടെ ഇടവിള കൃഷിയിലൂടെ തെങ്ങിൻ്റെ ഉൽപ്പാദനത്തെയും തെങ്ങിൻ്റെ വളർച്ചയെയും ദോഷകരമായി ബാധിക്കരുത് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ പരമമായ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെങ്ങിനിടയിൽ കൃഷി ചെയ്യാൻ, തെങ്ങിന് ഇടവിളയായി കൃഷി ചെയ്യുവാൻ ഏറ്റവും ധാരാളമായി പുഷ്പകൃഷിയുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ആരായുന്നു. ഇപ്പം കേരളത്തിൽ നമുക്ക് വരുന്ന പുഷ്പങ്ങളിൽ പ്രത്യേകിച്ച് ഓണം, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സീസൺ എന്ന് പറയുന്നത് ഓണത്തിന്റെ സീസണാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം മിക്കവാറും കല്യാണ സീസണിലൊക്കെ നമുക്കറിയാം പൂക്കൾക്ക് നമ്മൾ വിചാരിച്ചതിന് സ്വർണത്തിന്റെ വിലയിലേക്ക് പൂവിന്റെ വില മാറുകയാണ്. അപ്പോൾ അവിടെ പൂക്കൃഷിയുടെ ഒരു സാധ്യത നമുക്ക് എത്ര കണ്ടാണ്. തെങ്ങിനിടയിൽ ഒരു ഇടവിള എന്നുള്ള നിലയിൽ ഏത് തരത്തിലുള്ള പുഷ്പങ്ങളാണ് അല്ലെങ്കിൽ പുഷ്പവിളകളാണ് നമുക്ക് അനുഗുണമായിട്ടുള്ളത്? നമ്മൾ 2010 മുതൽ ഈ രംഗത്തേക്ക് നമ്മൾ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അതിൽ വെട്ടുപൂക്കളും അതുപോലെ തന്നെ നമ്മൾ തൂക്കി വിൽക്കുന്ന പൂക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം വെട്ട്
വെട്ടുപൂക്കൾ എന്ന് പറഞ്ഞാൽ കട്ട് ഫ്ലവേഴ്സ്. അതിൽ ഈ റോസ്, ജെർബറ അങ്ങനത്തെ പൂക്കളാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഈ റോസും ജെർബറയും ഒക്കെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തണമെങ്കിൽ പ്രത്യേകമായ സജ്ജീകരണം നൽകേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ ഹെലിക്കോണിയ വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ അവയ്ക്ക് പ്രത്യേക സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തെങ്ങിൻ്റെ ഇടവേളയായി വളരെ നല്ല രീതിയിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അധിക ചെലവുമില്ല, അധിക കൂലിച്ചെലവാകട്ടെ, അധികമായിട്ട് ഒരു ചെലവില്ലാതെ തന്നെ നമുക്ക് ഈ ഹെലിക്കോണിയ പുഷ്പങ്ങൾ നന്നായിട്ട് വളർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തു വരുന്നത് വെട്ട് ഇലകൾ, ഫോളിയേജസിന്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ്. അതും വളരെ നല്ല രീതിയിൽ നമുക്ക് തെങ്ങിന്റെ ഇടവേളയായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ ഇല്ലാതെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സർ പറഞ്ഞതുപോലെ ലൂസ് ഫ്ലവേഴ്സ് നമ്മൾ തൂക്കി വിൽക്കുന്ന, നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് ചെന്നാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്നും മുല്ലപ്പൂവിന് തന്നെയാണ്. പക്ഷേ മുല്ലപ്പൂവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ലേബർ ഇന്റൻസീവ് ആണ്. ഒരുപാട് സമയം അതിനുവേണ്ടി നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കണം. അപ്പം ഒരു കിലോ പൂവ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നമ്മൾ അതിനകത്ത് മെനക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുല്ലക്കൃഷിക്ക് നല്ല വെയിൽ ആവശ്യമുണ്ട്. അത് വെള്ളക്കെട്ട് പാടില്ല. അപ്പം ഈ കണ്ടീഷൻസ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ഇടയിലും മുല്ലപ്പൂ നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പം വെയിൽ നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലമാണ് എങ്കിൽ. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് ചെലവഴിക്കാൻ സമയം കൂടുതലായിട്ട് കാണണം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതി. രണ്ടാമത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന എന്നും ഡിമാൻഡ് ഉള്ളത് ബന്ദി അഥവാ ചെണ്ടുമല്ലിയാണ്. അത് നമുക്ക് 2 സീസണിലാണ്. ഓണം സീസണിലുണ്ട്, അതുപോലെ തന്നെ ഡിസംബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയത്തും നമുക്കതിന് നല്ല ആവശ്യം കൂടുതലുള്ള സമയമാണ്. ഓണം സീസൺ എന്ന് പറയുമ്പം ഓണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് മഴയാണ്. ഈ മഴയെ തരണം ചെയ്ത് ചെടികൾക്ക് വരാനായിട്ട് സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളിൽ ഒന്ന്. അപ്പം നമ്മുടെ കർഷകർ തന്നെ ഒരു പ്രത്യേക തരത്തിൽ അവർ കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. അതിലെന്ന് വെച്ചാൽ മണ്ടനുള്ളി വെക്കുക എന്നുള്ളതാണ്. ഈ മണ്ടനുള്ളി വെക്കുമ്പം 1.5 മാസം കൊണ്ട് ഇത് പൂക്കുകയും ആ ഒരു പർട്ടിക്കുലർ സീസണിലേക്ക് നന്നായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ഇനങ്ങൾ ലഭ്യമല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അതിന് പറ്റിയ ഇനങ്ങൾ ഇവർക്ക് കിട്ടാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇതിപ്പോൾ ഒരു നല്ല സക്സസ് ആയിട്ട് വന്നത്. ഇപ്പം ഫാമേഴ്സ് തന്നെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ ബന്ദിപ്പൂ എന്ന് ഉള്ളത്. ബന്ദിപ്പൂ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സമയത്ത് മണ്ട നുള്ളുക എന്നുള്ള ഒരു പ്രക്രിയയുണ്ട്. ഏകദേശം ഒരു 3-4 അടി പൊക്കം വരെ അതിനെ നന്നായിട്ട് വളരാനായിട്ട് അനുവദിക്കുക, മണ്ട നുള്ളി കൊടുത്തിട്ട് പിന്നെ അതിന് വളമൊക്കെ കൊടുത്ത് അതിനെ പൂക്കാനായിട്ട് വിടുക എന്നുള്ളതാണ്. അപ്പം കർഷകരെല്ലാം ഇപ്പം ഏകദേശം ഈ പലതരം പദ്ധതികളിലൂടെ വനിതാ കൂട്ടായ്മകൾ വളരെ നന്നായിട്ട് ഈ ബന്ദി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഹെലിക്കോണിയുടെ കാര്യം പറഞ്ഞു, ബന്ദിയുടെ കാര്യം പറഞ്ഞു, മുല്ലയുടെ കാര്യം പറഞ്ഞു. നമുക്കൊരു സംരംഭകത്വ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു തെങ്ങിൻ തോപ്പിൽ അല്ലെങ്കിൽ തെങ്ങിനിടയിൽ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ച് പൂക്കൃഷി നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം ഏത് തിരഞ്ഞെടുക്കാം, എന്താണ് കുറച്ചുകൂടെ അനുഗുണമായിട്ടുള്ളത്, നമുക്ക് ഈ ജോലി തിരക്കുകൾക്കിടയിൽ അതുകൂടി ശ്രദ്ധിക്കത്തക്കവണ്ണം ചെയ്യാൻ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സംരംഭകനോ വളരെ താല്പര്യത്തോടെ തയ്യാറായാൽ നമുക്ക് അദ്ദേഹത്തിന് നൽകാവുന്ന ഒരു ഉപദേശം എന്താണ്? നമ്മൾ വെട്ടുപൂക്കൾ എന്നതാണല്ലോ, കട്ട് ഫ്ലവേഴ്സ്, അതാണ് നമുക്ക് എപ്പോഴും ഏറ്റവും വരുമാനം കിട്ടുന്നത്. പക്ഷേ അതിലേക്ക് കടക്കുന്ന ആൾക്ക് സ്ഥലത്തിൻ്റെ ലഭ്യത അവർക്ക് ഉണ്ടാവണം. കാരണം പിന്നെ പൂക്കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്. പൂക്കൃഷി നമ്മളൊരു വരുമാനം ഉണ്ടാക്കാനെന്നുള്ളൊരു ലക്ഷ്യവുമായിട്ട് തുടങ്ങിയാൽ അതെപ്പോഴും സക്സസ് ആവണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം പഴവോ പച്ചക്കറിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് വിറ്റ് നമുക്കത് അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഭക്ഷിക്കാം. പക്ഷേ ഈ പൂക്കൾ നമ്മളത് വിറ്റുപോയാൽ മാത്രമേ പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതൊരു പാഷൻ ടു അഗ്രി ബിസിനസ്, അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് പൂക്കൾ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, പൂക്കൃഷിയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷനായിട്ട് നമ്മളത് തുടങ്ങുകയും അതിൽ നിന്നും പതുക്കെ മെല്ലെ ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമുക്കെപ്പോഴും അതൊരു ബിസിനസ് ആവാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സംരംഭകത്വവും പൂക്കൃഷിയും തമ്മിൽ ക്ലബ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അത് ലാഭകരമാകുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന പൂക്കൾ നമുക്ക് മാലയായോ റീത്ത് അല്ലെങ്കിൽ കല്യാണ ഡെക്കറേഷൻസ്, അതിനൊക്കെ നമുക്ക് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിങ്ങിന് പുറത്തുനിന്ന് ഒരാളുടെ ഒരു സഹായം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോയാൽ അതുപോലെ തന്നെ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റും പാഷനും ഉണ്ടാവണം. അല്ലാതെ നമുക്ക് പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പൂക്കൃഷി മുമ്പോട്ട് പോയാൽ നമ്മുടെ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാകും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്ക് 10-ാമതയും വരാൻ പോവുകയാണ്. ഏപ്രിൽ മാസം
10-ാമതയത്തിൻ്റെ സമയമാണ്. കേരളത്തിൽ ഈ പരമ്പരാഗതമായി തന്നെ കൃഷിക്കാർ തെങ്ങ് നടുന്നതിന് അനുഗുണമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയമാണ് 10-ാമതയം. അപ്പോൾ അങ്ങനെ തെങ്ങ് നടുമ്പോൾ നമുക്ക് ഇടവിളകൾ കൂടി ഉദ്ദേശിച്ച് തെങ്ങ് കൃഷിയിലേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ച് നാടൻ തെങ്ങുകൾ തിരഞ്ഞെടുക്കണമോ അതോ ഏറ്റവും ഹൈബ്രിഡായിട്ടുള്ള വളരെ പെട്ടെന്ന് 3-4 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന കുള്ളൻ തെങ്ങുകൾ, ഉൽപ്പാദനശേഷിയാർന്ന പുതിയ തെങ്ങിനങ്ങൾ കൃഷി ചെയ്യുന്നതാണോ നല്ലത് എന്ന ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ സംശയ ദൂരീകരണത്തിന് നമുക്ക് എന്താണ് ഒരു മറുപടി? നമ്മൾ ഉപഭോക്താവിൻ്റെ ആ ഒരു വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അതനുസരിച്ച് നമുക്കതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഹൈബ്രിഡ് ഇനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലാണ്, നാടൻ ഇനങ്ങൾക്ക് വില കുറവാണ്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത, നല്ല വെയിൽ, സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ തെങ്ങ് നടേണ്ടത്. അപ്പം നമുക്കിപ്പം വാണിജ്യ അടിസ്ഥാനത്തിലൊരു തെങ്ങും തോപ്പ് എന്നത് നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. നമ്മൾ അതൊരു തോട്ടവിളയാണെങ്കിലും നമ്മൾ വീട്ടിലെ ഒരു വിള പോലെ, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മളെപ്പോഴും തെങ്ങിനെ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ തെങ്ങ് നടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ വേര് എത്രമാത്രം പോകുന്നുണ്ട്, അതിൻ്റെ ഓലകൾക്ക് എത്രമാത്രം വിസ്തീർണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ തെങ്ങ് നടുമ്പോൾ തെങ്ങിൻ്റെ വേര് 2 മീറ്റർ ചുറ്റളവിൽ മറ്റ് മരങ്ങളുടെയോ ചെടികളുടെയോ വേര് വരാനായിട്ട് പാടില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ തേക്കൊക്കെ ഉണ്ട്, വലിയ വലിയ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലോട്ട് ഇതിൻ്റെ വേര് പോയാൽ അത് തമ്മിലുള്ള ഒരു മത്സരം വന്നിട്ട് തെങ്ങിൻ്റെ വിളവ് സാരമായി അത് ബാധിക്കും. അതുപോലെ തെങ്ങിൻ്റെ ഓല ഏകദേശം ഒരു ഓലയ്ക്ക് ഏകദേശം 3.5 തൊട്ട് 4 മീറ്റർ വരെയാണ് നീളം. അപ്പോൾ അത്രയും ചുറ്റളവിൽ ഇതിന് സൂര്യപ്രകാശം ലഭിക്കും എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നാടൻ തൈകൾ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ഈ കീടബാധകൾ നമ്മൾ കുറവായിരിക്കും. പക്ഷേ അത് കായ്ക്കാൻ കുറച്ചും കൂടെ സമയം എടുക്കും. എന്നാൽ വളവും വെള്ളവും ഒക്കെ നല്ല രീതിയിൽ നൽകിയാൽ, വേണ്ട ശാസ്ത്രീയ രീതിയിൽ നൽകിയാൽ നമുക്കൊരു 5-6 വർഷത്തിനുള്ളിൽ നമുക്കതിനകത്തുനിന്ന് കായ്ഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഹൈബ്രിഡ് ഇനങ്ങൾ അങ്ങനെയല്ല, അതിന് കുറച്ചും കൂടെ വില കൂടുതലാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കത് ഉൽപ്പാദിപ്പിക്കാനോ നമ്മുടെ വീട്ടിലെ നല്ല തെങ്ങിൽ നിന്നും തേങ്ങ എടുത്ത് അതിനെ പാകി കിളിപ്പിക്കാനോ സാധിക്കില്ല. അതൊരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ CPCRAയിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, ഈ ഹൈബ്രിഡ് ഇനങ്ങൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള തൈകൾ വെച്ച് ശാസ്ത്രീയമായിട്ട് നമ്മൾ കൃഷി ചെയ്താൽ 2 വർഷമാകുമ്പോൾ തന്നെ അതിനകത്ത് പൂങ്കുല വരികയും 3 വർഷത്തിനുള്ളിൽ നമുക്ക് കായ് ഫലം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതിനുള്ള കീടബാധ ഒക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നന്നായിട്ട് തഴച്ചു വളരുന്ന ചെടികളായതുകൊണ്ട് തന്നെ അതിനുള്ളാകാനുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും സാധ്യത കൂടുതലാണ്, അനുകൂല സാധ്യത ഏറെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ച് വേണം. രണ്ടും നല്ലതാണ്. പക്ഷേ നമ്മളുടെ ഉപഭോക്താവിന് എന്താണോ ആവശ്യം, അവർക്കുള്ള റിസോഴ്സസ്, അവർക്ക് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മളതിനെ സെലക്ട് ചെയ്യാൻ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ തോട്ടമടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്, തുച്ഛമാണ്. കാരണം നമ്മൾ വീട്ടുവളപ്പിൽ മറ്റെല്ലാ വിളകൾക്കും ഒപ്പം ഒരു തെങ്ങ് കൂടി എന്നുള്ള ഒരു സമീപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഏക്കറുകളോളം തെങ്ങാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇപ്പം പുതുതായി തെങ്ങ് കൃഷി ആരംഭിച്ചിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിമിതി, നമ്മുടെ ഉൽപ്പാദനത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ഉള്ള ഒരു പരിമിതി അത് തന്നെയല്ലേ. കാരണം ഇപ്പം മാവുണ്ട്, പ്ലാവുണ്ട്, പുളിയുണ്ട്, നാനാജാതി വൃക്ഷവിളകൾക്കിടയിൽ ഒരു വൃക്ഷവിള പോലെ നമ്മൾ തെങ്ങും നടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മത്സരം, കാരണം മറ്റു വൃക്ഷവിളകളുമായിട്ടുള്ള ഒരു മത്സരത്തിനിടയിലാണ് തെങ്ങും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി നമ്മുടെ ഉൽപ്പാദനത്തെയും തെങ്ങിൻ്റെ വളർച്ചയെയും ഒക്കെ ബാധിക്കില്ലേ? അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കൃഷി രീതി എന്ന് വെച്ചാൽ ലോകം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ്. നമ്മുടെ ഹോം സ്റ്റെഡ് ഫാമിംഗ് എന്ന് പറയും. നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മൾ കൃഷിയാണ്. ബാക്കി പല സംസ്ഥാനങ്ങളിൽ നമുക്ക് ചെന്നറിയാം, അവർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്, കൃഷി ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മളോട് ചേർത്ത് നിർത്തി നമ്മൾ വളർത്തുന്നത് കൊണ്ട് നമുക്കതിനെ കൂടുതൽ ശ്രദ്ധിച്ച് പരിപാലിക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ തെങ്ങ് നടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ വേരിന് കോമ്പറ്റീഷനും വരാൻ പാടില്ല. അതുപോലെ അതിൻ്റെ ആ ഓലകൾക്ക് പരമാവധി സൂര്യപ്രകാശം ആഗിരണം ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കി വേണം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യാൻ. അങ്ങനെ തെങ്ങ് കൃഷി ചെയ്താൽ നല്ല ഇനങ്ങളും നല്ല ആരോഗ്യമുള്ള തൈകളും നോക്കി നമ്മൾ നട്ടാൽ വിള കുറയാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്.
ഈ തെങ്ങിന് നനച്ചാൽ ഇരട്ടി തേങ്ങ എന്നാണ് പഴവന്മാർ നിരന്തരമായി പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിൽ തെങ്ങ് നനച്ച്, അതായത് ജലസേചനത്തോട് കൂടി കൃഷി ചെയ്യുന്നതും വളരെ പരിമിതമാണ്, പലരും ചെയ്യാറില്ല. അപ്പോൾ ഈ ശരിക്കും അതൊരു ശാസ്ത്രീയമായ കൃഷിരീതിയുടെ ഭാഗമാണ് തെങ്ങിന് നനച്ചു കൊടുക്കുക എന്നുള്ളത്. മറ്റ് ഏത് സംസ്ഥാനത്തിൽ തെങ്ങ് കൃഷിയുള്ള പ്രദേശത്തൂടെ പോയാലും നമുക്ക് ഈ വേനൽക്കാലത്ത് കൃത്യമായി ജലസേചനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം അതും നമ്മുടെ ഉൽപ്പാദനത്തെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും വെള്ളയ്ക്ക പൊഴിച്ചിൽ മുതലായ കാര്യങ്ങൾ ജലത്തിൻ്റെ അഭാവം കൊണ്ടും വരാം. ഈ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ഈ 2 മീറ്റർ ചുറ്റളവിൽ ഈ വേരും ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏകദേശം ഒരു 56-60 ലിറ്റർ വെള്ളം വേണം നമ്മുടെ തെങ്ങിന് ഒരു ദിവസം നല്ല രീതിയിൽ വളരാനായിട്ട്. എന്നാൽ തുള്ളിനന സമ്പ്രദായത്തിലൂടെയൊക്കെ നമ്മൾ നനയ്ക്കുമ്പം ഏകദേശം അതിൻ്റെ 1/4 ഭാഗം, അതായത് 35 ലിറ്റർ വെള്ളം തെങ്ങിന് നൽകിയാൽ അതിനാവശ്യമുള്ള തേങ്ങ നൽകാനുള്ള ആ ഒരു കഴിവ് ലഭിക്കും എന്നതാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു പഠനം തുടങ്ങിയിട്ടുണ്ട്. ജലത്തോടൊപ്പം വളവും നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയിലുള്ള കൃഷി സമ്പ്രദായം. അതെ, നനയിലൂടെ നമ്മൾ വളം നൽകുന്ന ഒരു സമ്പ്രദായം. അത് നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലും ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം എപ്പോഴും ആവശ്യം, നമ്മുടെ കരിക്കിനായിട്ട് കൃഷി ചെയ്യുന്ന തെങ്ങിന് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വളരെ കൂടുതലാണ്. നമുക്കറിയാം, തേങ്ങ പൊട്ടിച്ചാൽ അതിൽ 70% വെള്ളമാണ്. വളരെ 30%-ഓളമേ ഉള്ളൂ അതിൻ്റെ കാമ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യം, നനയുടെ ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ നന കൂടെ നൽകിയാൽ വിളവ് ഇരട്ടിക്കുകയും ചിലപ്പോൾ 3 ഇരട്ടി വരെ നമുക്ക് വിളവ് ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ പഠനം പറയുന്നത്. അപ്പം വെള്ളവും വളവും തുല്യമായി അളന്ന രീതിയിൽ ഓരോ തെങ്ങിനും ആവശ്യമുള്ള രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ വരിവരിയായി തെങ്ങുകൾ നടുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ ഫെർട്ടിഗേഷൻ എന്നുള്ള ഈ സമ്പ്രദായം പ്രാവർത്തികമാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അവിടെ നമുക്ക് വരുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം നാളികേരത്തിന് നല്ല വിലയുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഒരുപക്ഷെ റെക്കോർഡ് വിലയായിരുന്നു, ഇപ്പോൾ ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തെങ്ങ് കൃഷിയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച, ഒരു മൂട് തെങ്ങ് കൂടി വെക്കണം എന്നുള്ള ഒരു മനസ്സിലേക്ക്, ഒരു മനസ്ഥിതിയോടുകൂടി, അല്ലെങ്കിൽ ആ മനോഭാവം കേരളീയ മനസ്സുകളിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വിലവർധനയും ആകർഷകമായ ഒരു വിള എന്നുള്ള നിലയിലേക്കൊക്കെ തെങ്ങ് മാറുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല തെങ്ങിൻ തൈ അന്വേഷിക്കുകയാണ്. അപ്പം 10-ാം ഉദയത്തിന് നടുവാൻ എവിടെ നല്ല തെങ്ങിൻ തൈ കിട്ടും, എവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്ന് ധാരാളം പേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴയ ഒരു കേരളീയ ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഒരു പാക്ക് തെങ്ങുണ്ടാകും. നമ്മളത് കൃത്യമായി തേങ്ങ കെട്ടിയിറക്കി പാകി അതിൽ നിന്ന് ഏറ്റവും നല്ല തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുന്ന ഒരമ്മത്തെങ്ങ് സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ വിപണിയെ ആശ്രയിക്കുന്ന പോലെ തന്നെ തെങ്ങിൻ തൈക്കും നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെങ്ങിൻ തൈയുടെ ഒരു ആവശ്യക്കാരോട് എന്താണ് നമുക്ക് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത്? എവിടെ നിന്ന് വാങ്ങണം, എങ്ങനെയുള്ളത് വാങ്ങണം? തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ നമുക്ക് തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള വിവിധ തരം ട്രെയിനിങ്ങുകൾ CPCRA മുഖേന നൽകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു രോഗമാണ് കാറ്റുവീഴ്ച രോഗം എന്ന് പറയുന്നത്. അപ്പം കാറ്റുവീഴ്ച രോഗമുള്ള സ്ഥലത്ത് കാറ്റുവീഴ്ച രോഗം ബാധിക്കാത്ത തെങ്ങുകളുണ്ട്, അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. അതിനെ അമ്മത്തെങ്ങുകൾ, എലൈറ്റ് മദർ പാംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നു. അതിന് പ്രത്യേകമായ ശാസ്ത്രീയ രീതികളുണ്ട്. അതെല്ലാം നമുക്ക് CPCRലെ ട്രെയിനിങ്ങിലൂടെ കർഷകന് ലഭിക്കുന്നതാണ്. അപ്പം കാറ്റുവീഴ്ച രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഓല വാരിയല് പോലെ വളയും, ഓലയ്ക്ക് മഞ്ഞ നിറം വരും, ഓലക്കാലുകൾ ഉണങ്ങും. അതിൻ്റെ ആ ഒരു അത് അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുമാത്രമല്ല, എലൈസ ടെസ്റ്റ് വഴി രോഗവിമുക്തമായ മാതൃവൃക്ഷമാണെന്ന് പറയാനുള്ള ഒരു ഇതും നമ്മുടെ CPCRയിലുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം CPCRയായിട്ട് ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ നഴ്സറി പോയി തെങ്ങിൻ തൈ
സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1 വർഷം പ്രായമായ തൈ ആയിരിക്കും നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ കടവണ്ണം ഒരു 10-12 സെൻറ്റിമീറ്ററെങ്കിലും കാണണം. നല്ല ഓലയ്ക്ക് വിരിച്ചിലുള്ള ആരോഗ്യമുള്ള തൈകൾ നോക്കി തന്നെ നടണം. കാരണം തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു നടന്ന ഒരു 60-100 വർഷത്തേക്കുള്ള ഒരു ഭാവിയിലേക്കുള്ള ഒരു സമ്പത്താണ്. അതെ, അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വിത്ത് ഗുണം 10 ഗുണം എന്നത് തെങ്ങിൽ വളരെ അന്വർത്ഥമായ ഒരു ചൊല്ലാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആ ശാസ്ത്രീയ വശങ്ങളൊക്കെ നോക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെയിൽ ലഭിക്കുന്ന, വേരിന് കോമ്പറ്റീഷൻ വരാത്ത സ്ഥലത്ത്, മത്സരം വരാത്ത സ്ഥലത്ത് നോക്കി വേണം നമ്മൾ വീട്ടുവളപ്പിൽ തെങ്ങ് നടാനായിട്ടുള്ളത്. പിന്നെ ഈ 10-ാം ഉദയം തെങ്ങ് കൃഷിക്ക് പണ്ടുതൊട്ടേ വളരെ പ്രശസ്തമായ, നമ്മൾ വളരെ കേട്ടിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ വേനൽ മഴയോട് കൂടി നമ്മളിത് നടുകയും ഒരു 2-3 മാസം കഴിയുമ്പോൾ നല്ല മഴക്കാലത്തേക്ക് നമ്മൾ വരികയും ചെയ്യണം. അപ്പം ഈ തെങ്ങിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങി ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് അതിന് ജലം ലഭിക്കുകയാണ്. അപ്പം അത് നന്നായി തഴച്ച് വളരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പഠനങ്ങളും പഴമക്കാരും ഒരുപോലെ സമ്മതിച്ച് വരും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മളുടെ മണ്ണറിവ് നല്ലറിവ് അഭിമുഖ പരമ്പരയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി തെങ്ങിനെ സംബന്ധിച്ച ശാസ്ത്രീയമായ പ്രാഥമികമായ നിരവധി അറിവുകൾ പങ്കുവയ്ക്കുകയും അത്രയും അറിവനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം. താങ്ക് യു.